എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. വൈശാഖ മഹോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങുകളിലൊന്നായ മകം കലം വരവ് തിങ്കളാഴ്ച നടക്കും. വൈശാഖ മഹോത്സവത്തിൻ്റെ 6ാം ഘട്ടമായ മകം നാൾ തൊട്ടുള്ള അകം ചടങ്ങുകളാണ് 30/6/2025 തിങ്കളാഴ്ച മുതൽ നടക്കുക. ഇതിൽ പ്രധാനപ്പെട്ട ചടങ്ങാണ് കലം വരവ്. യാഗോത്സവത്തിലെ അതിപ്രധാന ചടങ്ങുകളാണ് മകം, പൂരം, ഉത്രം നാളുകളിൽ നടക്കുന്ന കലശപൂജകൾ. ഈ ചടങ്ങുകൾക്കാവശ്യമായ മൺകലങ്ങൾ അക്കരെ ക്ഷേത്രത്തിലെത്തിക്കുന്ന ചടങ്ങാണ് കലം വരവ്. നല്ലൂരാൻ സ്ഥാനികരാണ് ഇതിനവകാശികൾ. മുഴക്കുന്നിനടുത്ത് നല്ലൂർ ഗ്രാമത്തിലെ ചൂട്ടാലകളിൽ നിന്നും ഇളനീരാട്ടത്തിൻ്റെ പിറ്റേന്നാൾ മുതൽ വ്രതാനുഷ്ഠാനത്തോടെ കലം നിർമ്മാണം തുടങ്ങും. മകം നാളായ തിങ്കളാഴ്ച സമുദായാംഗങ്ങളെല്ലാം വ്രതാനുഷ്ഠാനത്തോടെ ചൂട്ടാലയിൽ എത്തിച്ചേരും. സ്ഥാനികൻ്റെ കയ്യിൽ നിന്നും വെറ്റില വാങ്ങിയ 12 ആൾക്കാരാണ് കലം എഴുന്നള്ളിക്കൽ ചടങ്ങിന് തയ്യാറാവുന്നത്. ഇതുപ്രകാരം 12 എണ്ണം വീതം 10 കെട്ടുകളാക്കിയും 18 എണ്ണം വീതം 2 കെട്ടുകളുമാക്കി വയ്ക്കും. 156 കലങ്ങളും പനയോലയിലാണ് കെട്ടിവെക്കുക. ഊണിന് ശേഷം പ്രത്യേക പ്രാർത്ഥനകളോടെയാണ് സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെടുക. മുഴക്കുന്നിനടുത്ത നല്ലൂരിൽ നിന്ന് നല്ലൂരാൻ എന്ന കുലാല സ്ഥാനികൻ കലപൂജകൾക്കായുള്ള മൺകലങ്ങൾ കൊട്ടിയൂരിലെത്തിക്കുന്നതോടെയാണ് ഗൂഢപൂജകൾ തുടങ്ങുക. സന്ധ്യയോടെ കലമെഴുന്നള്ളത്ത് കൊട്ടിയൂരിലെത്തിച്ചേരും. ആ സമയത്ത് സന്നിധാനത്ത് മറ്റാർക്കും പ്രവേശനമില്ല. മാത്രമല്ല, മണിത്തറയിലെ വിളക്കുകളല്ലാതെ മറ്റെല്ലാ പ്രകാശങ്ങളും സന്നിധാനത്തു നിന്നും ഒഴിവാക്കും. മണിത്തറയിൽ പനയൂർ നമ്പൂതിരി മാത്രം ഉണ്ടാവും. ഈ സമയത്താവും 12 അംഗ കലം സംഘം സന്നിധാനത്ത് പ്രവേശിക്കുക. സംഘം കലങ്ങൾ സമർപ്പിച്ച് പ്രസാദം വാങ്ങി കരിമ്പനക്കൽ ചാത്തോത്ത് കയ്യാലയിൽ കയറി ഭക്ഷണം കഴിക്കും. അപ്പോൾ മാത്രമേ വീണ്ടും സന്നിധാനത്ത് മറ്റ് വിളക്കുകൾ തെളിയിക്കൂ. മകന്നാളിൽ ഉച്ചയ്ക്ക് ശീവേലി വരെ മാത്രമേ സ്ത്രീകൾക്ക് അക്കരെ ദർശനം അനുവദിക്കൂ. ശീവേലി കഴിഞ്ഞ് ആനയൂട്ട് നടത്തും. തുടർന്ന് ആനകൾ പുറകോട്ട് നടന്ന് പടിഞ്ഞാറേ നടവഴി ഇക്കരേക്ക് മടങ്ങും. കൂത്തമ്പലത്തിലെ നങ്ങ്യാരമ്മമാർ മാത്രം സന്നിധാനത്ത് തുടരും. അത്തം ചതുശതം കലശപൂജ വരെ കൊട്ടിയൂരിൽ പ്രത്യേക ആരാധനകളോ പ്രത്യേക പൂജകളോ ഇല്ല. എന്നാൽ നിത്യപൂജകൾ തുടരും. രാത്രിയോടെ കലങ്ങൾ അക്കരെ ക്ഷേത്രത്തിലെത്തിക്കും. ഈ കലങ്ങൾ കലശപൂജക്കായി ദിവസേന നെല്ലൂരാൻ സ്ഥാനികൻ എടുത്തു കൊടുക്കും. മകം, പൂരം, ഉത്രം നാളുകളിൽ രാത്രി കാലത്താണ് നിഗൂഢ പൂജകൾ നടക്കുക. തിങ്കളാഴ്ച മകം നാളിലെ ശീവേലിയോടെ സ്ത്രീജനങ്ങളും എഴുന്നള്ളത്തിനുള്ള ആനകളും വിശേഷ വാദ്യങ്ങളും അടുത്ത വൈശാഖ മഹോത്സവത്തിന് കാണാമെന്ന പ്രത്യാശയോടെ ഈ ക്ഷേത്ര സന്നിധിയിൽ നിന്നും വിടവാങ്ങും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.